ഹലോ, നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോവാണേ. ഇന്ന് നമ്മുടെ കൂടെ കാർത്തിക്കും ഉണ്ട്. കാറിൽ കയറി കഴിയുമ്പോൾ അവൻ ഫ്രണ്ടിലും ഞങ്ങൾ ബാക്കിലുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ സ്ഥിരം ഇടാറുള്ള പോലെ ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ വാരി വിതറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സീമാസി കയറി. സീമാസി കയറി ലിഫ്റ്റിൽ കയറിയപ്പോൾ അയാൾ എന്നോട് പറയുക എന്റെ വീഡിയോ ഒന്നും എടുക്കല്ലേ. അങ്ങനെ പിന്നെ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൃതിയുടേതായ സെക്ഷനൊക്കെ കണ്ടുപിടിച്ച് സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാർത്തിക് ഇതിന്റെ മൂലയ്ക്ക് എവിടെയോ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഹായ് തന്നിട്ട് പോകും. അങ്ങനെ പിന്നെ മിസ്റ്റർ കണ്ണൻ ജിമ്മിനിടാനുള്ള ഡ്രസ്സാണ് തപ്പുന്നത്. ഇപ്പൊ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഏത് സമയവും ജിം ഔട്ട്ഫിറ്റ്സ് ആണ് കൂടുതലും വാങ്ങിക്കുന്നത്. ഇങ്ങനെ പിന്നെ കൃതിയ ഓടും, കൃതിയുടെ പിറകെ ഞാൻ ഓടും. ഇതാണല്ലോ എന്റെ സ്ഥിരം ജോലി. അത് കഴിഞ്ഞ് പിന്നെ ദാ അച്ഛനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ട്രയൽ റൂമിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ വിശന്ന് വലഞ്ഞു. അങ്ങനെ പിന്നെ ഹോട്ടൽ പ്രദേശത്ത് കയറി ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ആക്ച്വലി ഊണാണ് പറഞ്ഞത്, ഊണ് തീർന്നുകൊണ്ട് ബിരിയാണിയാക്കി. പിന്നെ വേണ്ടെങ്കിലും വിശന്നിരുന്ന് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. കൃതിയുടെ വായന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിശയിക്കേണ്ട, അത് ബിരിയാണി അല്ല, ലേസാണ്. അങ്ങനെ പിന്നെ വേണ്ടെങ്കിലും കുറച്ചൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു ഗൈസ്. അങ്ങനെ പിന്നെ കഴിച്ചു തന്ന എന്റെ മുന്നിലേക്ക് അവർ ഒരു ഗ്ലാസ് പായസം വെച്ച് നീട്ടി. മധുരം ഇഷ്ടമുള്ള ആളായതുകൊണ്ട് വയറ് നിറഞ്ഞിരിക്കുകയല്ല, ഞാൻ ആ പായസം ഒന്നും കളഞ്ഞില്ല, അത് മൊത്തം ഞാൻ കുടിച്ചു. ബിരിയാണി കളഞ്ഞാലും ഞാൻ പായസം കളഞ്ഞില്ല. അങ്ങനെ പിന്നെ അവിടെ തിരക്കാണ്ട് നമ്മുടെ വണ്ടി നമ്മൾ പുറത്താണ് പാർക്ക് ചെയ്തത്. അങ്ങനെ ആ പൊരി വെയിലത്തോട് നമ്മൾ വണ്ടിയിലോട്ട് നടന്നു കയറി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വീട്ടിൽ ചെന്നിറങ്ങി വൈകുന്നേരമൊക്കെ ആയപ്പോൾ അച്ഛൻ എന്താ ചൂടോടെ കട്ടനൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ദാണ്ടെ ബജ്ജി കിട്ടി. ഈ ബജ്ജിയേക്കാൾ ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സോസ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ബജ്ജിയൊക്കെ കഴിക്കുന്ന വീഡിയോയും കൂടെ നിങ്ങളെ കാണിക്കാം. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കണ്ടിട്ട് നിങ്ങൾ അതിശയിക്കേണ്ട, ഈ ഒരു പ്ലേറ്റ് ഫുൾ ബജ്ജി ഒന്നും ഞാൻ കഴിക്കത്തില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കഴിക്കുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് അച്ഛൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോൾ ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ മൊത്തം ബജ്ജിയും മോള് കഴിക്കുന്നു. അതല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് അച്ഛൻ കഴിക്കുന്ന വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കോട്ട് ആഡ് ആക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഒറ്റയ്ക്കല്ല കഴിക്കുന്നതെന്ന്. അങ്ങനെ പിന്നെ പാറുവിന്റെ പങ്ക് വെച്ചിട്ട് പാറുവായിട്ട് വന്നപ്പോഴത്തേക്ക് പാറുവിനോട് ഞാൻ പറഞ്ഞു, പാറു പതുക്കെ ഇത് കഴിക്കും. അപ്പൊ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാണ് തണുക്കുന്നെന്ന്. അപ്പൊ ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞു ചൂടെടുക്കുന്നു. ചില സമയത്ത് ഞാൻ ഓർക്കും ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. എങ്ങനെ പിന്നെ ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയ അറിയത്തില്ല. ഓരോരോ തലവരേ ചുമ്മാതാണ് ഗൈസ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള പരിചയമാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് കൂട്ടായതാണ്. ഞാൻ ഇവിടെ വന്ന ആ ടൈം തൊട്ടുള്ള റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബജ്ജിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാ കൃതിയേം വന്ന് വേണോന്ന് പറഞ്ഞു. കാർത്തിക് ഇതൊന്നും കഴിക്കാറില്ല കേട്ടോ, പക്ഷെ കൃതിക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ്, കഴിച്ചോളും. അങ്ങനെ പിന്നെ കൃതിയെ ഞാനും പാറും കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പാറുവിന് ചായ കൊടുത്തില്ലെന്ന് ഓർത്തത്. പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ എണീറ്റ് പോയി പാറുവിന് ചായയൊക്കെ എടുത്തോണ്ട് കൊടുത്തു. ബജ്ജി കഴിക്കുന്ന സന്തോഷത്തിൽ ഞങ്ങളങ്ങ് ചായയുടെ കാര്യം മറന്നു. അങ്ങനെ പിന്നെ ചായ കുടിച്ചോണ്ട് പാറു വീട്ടിൽ പോയി. ഞാനും പോയി. ഇന്നത്തെ വീഡിയോ